ഹായ് ഗായ്സ്. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്ന് ഇപ്പോൾ ഒരു 5 ദിവസങ്ങൾക്ക് ശേഷം മഴ പെയ്തതിനെ അനുബന്ധിച്ച് കാലത്ത് നല്ല വെയിലായിരുന്നു. ഇന്നിപ്പോൾ വൈകിട്ട് 4 മണിക്ക് ശേഷം മഴയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു. അതുകൊണ്ട് നല്ല ക്ലൈമറ്റ്, നല്ല ചിൽ ക്ലൈമറ്റാണ്. ബട്ട് പക്ഷെ എല്ലാവർക്കും അറിയാലോ, വയനാട്ടിലെ അവസ്ഥയും എല്ലാം ഭയങ്കര ഭീകരമായ അവസ്ഥയാണ്. എല്ലാവരും മഴയെ സംബന്ധിച്ചിട്ട് നമ്മുടെ യുവക്കുട്ടി സാധാരണ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ പുറത്ത് നടക്കാറുണ്ട്. ഇന്ന് മഴയായതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് വിടാൻ സമ്മതിച്ചില്ല. പക്ഷേ യുവക്കുട്ടി അതിനൊന്നും തളരില്ല. അവൾ കുടയും പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹായ് യുവക്കുട്ടി, ഇങ്ങോട്ട് നോക്കിയേ യുവക്കുട്ടി, ക്യാമറയ്ക്ക് നോക്ക്. യുവക്കുട്ടി ഹായ് പറഞ്ഞ. ഹായ് ഹായ്. ഉണ്ടാ യുവക്കുട്ടി മഴ ആയതുകൊണ്ട് അവൾ സ്വന്തമായിട്ട് കുട പിടിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുട്ടി ഇവിടേക്ക് ഹായ് പറഞ്ഞ. ഹായ്. ചളിവെള്ളത്തിൽ അതിഗംഭീരമായി കളിച്ചുകൊണ്ടിരിക്കുക ഇവക്കുട്ടി. ഹായ് ഹായ് പറഞ്ഞ. ബൈ പറ. ഹായ് പറഞ്ഞ. ടാറ്റ കൊടുത്ത. ടാറ്റ പറ. ഇവക്കുട്ടി എന്തൊരു സർപ്രൈസ്ഡായി നിൽക്കുന്നുണ്ട്. കേസെന്ന് അറിയില്ല. ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് അല്ലേ ഇവക്കുട്ടി? യുവക്കുട്ടി ഇങ്ങോട്ട് നോക്ക്. അതാ നമ്മുടെ യുവക്കുട്ടി റെയിൻകോട്ട് ഇട്ട് മഴയിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടിയിരിക്കുകയാണ്. യുവക്കുട്ടി എന്താ കാണിക്കണേ? റെയിൻകോട്ട് ഇടുക മഴ കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കുട്ടി കൊള്ളാട്ടാ. ഇങ്ങനെയല്ലടി തലയോടെ ഇട്. യുവക്കുട്ടി ഫുൾ എക്സ്പെരിമെൻറ്റിലാണ്. കണ്ടില്ലേ? വെരി ഗുഡ്. കൈ അടിക്കട്ടെ. മഴ ആയതുകൊണ്ട് നല്ല കാലാവസ്ഥയുണ്ടും. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണല്ലോ. മഴയൊക്കെ ഇത് ചില്ലായിട്ടിരിക്കും. സമയം ഇപ്പോൾ ഒരു 5:30 ഞങ്ങളിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞോളൂ. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ ചായ കുടിക്കുമ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വാങ്ങാറുണ്ട്. എന്തെങ്കിലും സാൻഡ്വിച്ചോ സമൂസയോ പപ്സോ. പക്ഷെ ഇന്ന് കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷെ അമ്മ അവിലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവിൽ ഇത്രയും നല്ല ക്ലൈമറ്റിൽ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കാണ്ടിറങ്ങി രസമായാലും. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ കടയിൽ നിന്നൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കി വെക്കാം എന്തെങ്കിലും ഉണ്ടാക്കാലോ. ഇവിടെ 2-3 നല്ല ബേക്കറികളുണ്ട്. സാധാരണ നമ്മൾ സ്ഥിരം വാങ്ങാനൊരു ബേക്കറി ഉണ്ട്. പക്ഷേ ഉച്ചയാകുമ്പോഴേക്കൊക്കെ എല്ലാ കാരണവും തീരും. പിന്നെ ഇപ്പം എന്തായാലും സാധനങ്ങൾക്ക് ചൂടൊന്നും ഉണ്ടാവില്ല. എന്തായാലും നോക്കി നോക്കാം. ഷവർമയോ സമൂസയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് കൊടുന്നിട്ട് കഴിക്കാം. നല്ല ചിൽ ക്ലൈമറ്റ് അല്ലേ. ഡ്രൈവിംഗ് ടു ദ ഷോപ്പ് എന്തെല്ലാം നോക്കാം. ലെറ്റ്സ് സീ. അങ്ങനെ നമ്മുടെ ഫേമസ് ബേക്കറിയായ റോസ് ബേക്കറിലേക്ക് തിരികെയുണ്ട്. ഇവിടെ എന്തെല്ലാം നമുക്ക് നോക്കി നോക്കാം. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. എന്നാലും ജസ്റ്റ് എനിക്ക് ചേച്ചിയോട് ചോദിച്ചത്. ഇതാണ് നമ്മുടെ റോസ് ബേക്കറി. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഇവിടെ നല്ല ചൂടായിട്ട് പപ്സും കട്ട്ലേറ്റും സമൂസ എല്ലാം നല്ല ചൂടോടെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇവിടെ സാധാരണ ഇവിടെ ഓവനുണ്ടായിരുന്നു. ചൂടോടെ കിട്ടാറുണ്ട്. നമുക്ക് നോക്കി നോക്കാം. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങാറുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങാറുണ്ട്. ഒരുപാട് കൂടുതൽ പറപ്പൂരാൻ ഏറ്റവും ഫേമസ് ആയുള്ളൊരു ബേക്കറിയാണ് റോസ് ബേക്കറി. അപ്പോൾ ഇനി വീട്ടിൽ തിരിക്കണം. ബാക്കിൽ കാണാൻ നമ്മുടെ ചേട്ടൻ്റെ കടയാണ്. നമ്മുടെ സ്ഥിരം ഫോട്ടോസ്റ്റാറ്റും എല്ലാ സാധനവും ഇടുന്ന കടയാണ്. ഈ സമയം കൊണ്ട് തന്നെ നല്ല റഷാണ്. ഒരുപാട് വണ്ടികളും തിരക്കും. അങ്ങനെ സെൻട്രൽ വഴി പോയി നോക്കുകയാണെങ്കിൽ അതായത് ജ്യോതി കോളേജിൻ്റെ ബസ് വരുന്നുണ്ട്. പിള്ളേർ സ്കൂളിൽ നിന്ന് ക്യാമ്പും കഴിഞ്ഞ് പോകുന്നുണ്ട്. ആൾക്കാർ പോകുന്നുണ്ട്. നമുക്ക് വീട്ടിൽ പോകും. നമ്മൾ ബാക്കിൽ നിന്ന് പപ്സ് വാങ്ങി പോന്നു. കഴിച്ചു. ഒന്നും വീടെടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ക്ലോസ് ചെയ്യണം. കാരണം ഇപ്പോൾ 6 മണിയായി. ഇനിയിപ്പോൾ നമ്മുടെ ലാബർഡോറുണ്ട് റൂബി. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് റൗണ്ട് നടത്തിക്കണം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇനി നോക്കാം. ഡെയിലി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും.